ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പടവലങ്ങ വെച്ചിട്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു ചെറിയ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി നമ്മളിതാ ഒരു 200 ഗ്രാം അളവിൽ പടവലങ്ങ, ഒരു 2 ചെറിയ സവാള, ഒരു 2 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് വെക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് പടവലങ്ങ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയം വരെ നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml 1 കപ്പ് അളവ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതാ ഇപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 മിനിറ്റൊക്കെ ആകുന്ന സമയമാകുമ്പോൾ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു നല്ല ചൂടിൽ കിടക്കുന്ന സമയത്ത് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പൊടിയുടെ ചുവയോ കാര്യങ്ങളോ ഒന്നും കറിക്ക് ഉണ്ടാകത്തില്ല കേട്ടോ. ഇനി വഴറ്റുമ്പം ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കുന്നതല്ലേ നല്ലത്. പക്ഷേ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ നേരം. അപ്പോൾ ഇതായപ്പോൾ നല്ലതുപോലെ നമ്മളെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് സമയം കൂടെ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ സമയത്ത് നമുക്കൊരു അല്പം പുളി അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. നമ്മുടെ തക്കാളിക്ക് നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പുളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ചോറിന് കഴിക്കുമ്പോഴത്തേക്കിനും ഒരല്പം പുളി കൂടുതൽ നിൽക്കുമ്പോഴല്ലേ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇപ്പോൾ വളരെ ചെറിയൊരു പീസ് പുളിയായിരുന്നു, അതൊരല്പം വെള്ളത്തിലിട്ടൊന്ന് ലയിപ്പിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നല്ല രുചികരവുമായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.